നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഗുഡ് ബൈ. നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെക്കാത്തിടത്തോളം കാലം അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ അവരെ എപ്പോഴും ഉണർത്തിക്കൊണ്ടേയിരിക്കും. അതാണ് until the PM Modi, Amit Shah resign, they will not be able to sleep. We will keep them awake എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈ വാചകം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഹിറ്റാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രചാരം നേടിയ തലവാചകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യം കൊള്ളക്കാർക്ക് ദാനം നൽകുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി ചാപ്പ കുത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾക്കറിയാമല്ലോ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അറവ് മാടുകളെ എക്സ്പോർട്ട് ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ പ്രമുഖ നേതാക്കളാണ്. ഈ പ്രമുഖരായ പല നേതാക്കൾക്കും വിദേശത്തേക്ക് മാംസം കയറ്റി അയക്കുന്ന കമ്പനികൾ വരെയുണ്ട്. ഈ അറവ് മാടുകൾക്ക് ചാപ്പ കുത്തുന്ന ഒരു പരിപാടിയുണ്ട്. ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചാപ്പ കുത്തുന്ന രീതി. ഇവിടുത്തെ രാജ്യത്ത് ഹിന്ദുവെന്നും മുസ്ലിമെന്നും തരംതിരിച്ച് വീണ്ടും മനുഷ്യത്വത്തെ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. വി ദി ഇന്ത്യൻസ് എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറിൻ സെക്കുലർ എന്ന വാക്ക് പലപ്പോഴും സംഘപരിവാർ മറന്നുപോകുന്നു. ഈ രാജ്യം പരമാധികാരമുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെക്കുലറായിട്ടുള്ള രാജ്യമാണ് എന്ന് വീണ്ടും 80ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉറക്കെ പറയുകയാണ്. ഞങ്ങൾ അവരെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് വീണ്ടും ആ വാചകം എന്തുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ പറയുന്നത്? പപ്പുമോനെന്നും കോമാളിയെന്നും ഒക്കെ നിങ്ങൾ വിളിച്ച് കളിയാക്കൂ. ബോളിവുഡ് നടിയായ കങ്കണ റണൌട്ട് ഇപ്പോൾ പറയുന്നത് കൃത്യമായും ആ മനുഷ്യൻ രാഹുൽ ഗാന്ധി ഒരു കോമാളിയാണ്, അധിക നാൾ പ്രതിപക്ഷ സ്ഥാനത്ത് തുടരില്ല എന്നാണ്. നിങ്ങൾ ആ പറഞ്ഞ വാചകങ്ങളിൽ 2 തിരുത്തുണ്ട്. ഒന്ന്, അദ്ദേഹം കോമാളിയായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ. രണ്ടാമത്തെ കാര്യം, അധിക നാൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയുടെ ഭരണം എന്നാ മനുഷ്യൻ്റെ കൈകളിലേക്ക് വന്നു ചേരുമോ അന്ന് മാത്രമേ ഈ രാജ്യത്തെ മതേതരത്വം വീണ്ടും ഉണരുകയുള്ളൂ. BR അംബേദ്കറുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ഭാരതം വീണ്ടും ഒന്നുകൂടി സടകുടഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മാത്രമേ ശരിക്കും ആത്മനിർഭർ ഭാരത് എന്ന വിശേഷണം യോഗ്യമാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് കങ്കണയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ.